BJP FIR ഇട്ടെന്നല്ലേ? BJP FIR ഇട്ടാൽ ആ FIR ശരിയാന്ന് തെളിയിക്കേണ്ടതല്ലേ BJPയുടെ ആവശ്യം? 2 മണിക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു, 4 മണിക്ക് അദ്ദേഹം ഹോം മിനിസ്റ്ററെ കണ്ടു. പ്രധാനമന്ത്രി ഓൺ സ്പോട്ടിൽ തന്നെ ഹോം മിനിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം. 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരാണ് കേരളത്തിലെ BJPക്ക് വേണ്ടി, അല്ല കേരളത്തിൽ നിന്നുള്ള 2 ആളുകൾക്ക് വേണ്ടി ഈ ജോലി ചെയ്ത്. അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ്റെ മതേതര മുഖം. അവരുടെ റോൾ എന്തായിരുന്നു? ജോൺദാസും റോജിയും ജോണും ഇടയ്ക്കിടയ്ക്ക് വരിക, BJPയെ കുറിച്ച് കുറച്ച് ചീത്ത വിളിക്കുക, മാറിക്കുക, ചായ കുടിക്കുക. എങ്ങനെയെങ്കിലും ആ പാവ അമ്മമാർ 10 ദിവസം കൂടെ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴുകണ്ട കണ്ണുകളുമായി ആ തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ വന്ന കഴുകന്മാരാണ് ഇവന്മാർ, കോൺഗ്രസ്സുകാരും CPM-മാരോടാണ്. രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രാർത്ഥന നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും മിഷണറി ആക്രമിക്കപ്പെടണമെന്നാണ്. ഞാനൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്നു ആർക്കെതിരെയും ഒരു ആക്രമണം ഉണ്ടാകരുതെന്ന്. കാരണം ഇതിൻ്റെ എല്ലാ ഭാവകാരം ഞങ്ങൾക്ക് നരേന്ദ്രമോദി അല്ല ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. ആ സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. കക്ഷത്തിരിക്കുന്നത് പോകുന്നത് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഹിന്ദു വോട്ടുകളിൽ നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നവരുണ്ട്. ഓരോ വോട്ടും ഹിന്ദു വോട്ട് BJPക്ക് നഷ്ടപ്പെട്ടില്ല. ഹിന്ദു വോട്ടെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതര വിശ്വാസികളുടെ വോട്ടാണ്. ഇവിടെ ഒരൊറ്റ മതേതര പാർട്ടി ഉള്ളത് BJPയാണ്. നമസ്കാരം, ഷൂട്ട് ആൻഡ് സൈറ്റിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ജയിൽ മോചനവും ഇപ്പോഴും കേരളത്തിൽ വിവാദമായി തുടരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ വിജയമാണ്, UDF-ൻ്റെയും LDF-ൻ്റെയും വിജയമാണ് എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് BJP ഉള്ളതുകൊണ്ടാണ് എന്നാണ് കേരള BJP അവകാശപ്പെടുന്നത്. ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത ഷോൺ ജോർജുമായി സംസാരിക്കാം. നമസ്കാരം ഷോൺ. നമസ്കാരം. എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം, നിങ്ങൾ അവരെ അറസ്റ്റാക്കി പുറത്താക്കി മൈലേജ് എടുക്കാൻ ശ്രമിക്കും, എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അവിടെ ഈ സിസ്റ്റർമാർ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വന്നതാണ്. അവരെങ്ങോട്ട് കൊണ്ടുപോകും? നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടികൾ വന്നത്. അവർ ആഗ്രയ്ക്കും അതുപോലെ മറ്റേ സ്ഥലം പേര് മറന്നുപോയി, ആഗ്രയ്ക്ക് അടുത്തുള്ള 2 സ്ഥലം, അങ്ങോട്ടേക്ക് 2 കുട്ടികളും ഒരു കുട്ടിയുടെ. ഇത് ശരിക്കും അവർ ആദിവാസികളാണോ? അവർ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, പക്ഷേ ക്രിസ്ത്യൻസ് ആണ്. അവരൊരു കാത്തലിക്സ് അല്ല, അവർ ക്രിസ്തു മതവിശ്വാസികളാണ്. കാത്തലിക്സ് അല്ല. ഇവരുടെ ഈ സിസ്റ്റർമാരുടെ സമുദായത്തിൽപ്പെട്ട ആളല്ല. അവർക്കുള്ള ബന്ധം അങ്ങനെ അവർ ജോലി അന്വേഷിച്ച് വന്ന് ഇവരുടെ നാട്ടിലുള്ള, അതായത് ഈ കൂടെ അറസ്റ്റ് ചെയ്തില്ലൊരു പയ്യൻ, ആ പയ്യൻ്റെ സഹോദരിയെ ഈ സിസ്റ്റർമാരെ കൊണ്ടുപോയി നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി മേടിച്ച് പഠിപ്പിച്ച് അവളവിടെ നല്ല ജോലി കിട്ടി, അവിടെ സെറ്റിലായി. അപ്പോൾ അവരുടെ റെഫറൻസിൽ ഈ സിസ്റ്റർമാരോട് പറഞ്ഞ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഈ പയ്യൻ ഇവരെ കൊണ്ട് വന്നു. അങ്ങനെ വന്നതാണ്. അതാണ് അത്. ഇവളുടെ സിസ്റ്റർ, അയാളുടെ സിസ്റ്റർ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പയ്യന്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ജോലി അന്വേഷിച്ചു. അവർക്ക് ആ വിശ്വാസത കൊണ്ട് ഇവരുടെ കൂടെ പോയാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി അവർ വന്നതാണ്. ഓക്കെ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ വന്നതിന് ശേഷം ഈ പയ്യൻ ഈ സിസ്റ്റർമാരുടെ അടുത്ത് ഇവരെ കൊണ്ട് ആക്കിയിട്ട് പോകാൻ വേണ്ടി വന്നതുകൊണ്ട് ഇയാൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇയാൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറിയപ്പോൾ ഇയാളെ പോലീസ് പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. റെയിൽവേ പോലീസ് അവിടെ നിന്നും ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ കയ്യിലെ രേഖകൾ, പ്രത്യേകിച്ച് അവിടെ സംബന്ധിച്ചിടത്തോളം ഈ 2013 അവരുടെ ഈ ഭേദഗതി ഈ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു റെഗുലേഷൻ ആക്ട് വന്നു. അങ്ങനെ അല്ലാതെ ഈ മതപരിവർത്തന നിയമം അത് വേറെ. അത് 1968. അതുകൊണ്ട് ഒരാളെ, പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ കൃത്യമായ രേഖകളും മറ്റു കാര്യങ്ങളും ഒരുപക്ഷെ ഇവരെ കടത്താനുള്ള സാധ്യത ഉള്ളതുണ്ടാവാം. അത് അവിടെ നടക്കുന്നുണ്ട്. അവിടെ വലിയ രീതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നൊരു സ്ഥലമാണ്, മതപരിവർത്തനം നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ഇവർ വന്നു, പെട്ടെന്ന് ഈ സിസ്റ്ററിൻ്റെ കൂടെ പോകാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ സിസ്റ്ററെ കണ്ട് ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു ഇൻഫർമേഷൻ പുറത്തോട്ട് പോയി, ഇങ്ങനെ മതപരിവർത്തനം ഇതിനുള്ള ശ്രമമാണ് എന്നൊക്കെ. ഒരുപക്ഷെ പോലീസുകാരനല്ല, അവിടുത്തെ TT ആണ് ഇവരെ കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പുറത്തോട്ട് പോയി. അത് പുറത്തേക്ക് പോയത് ബജറംഗിലാണ് അറിയിച്ചത്. അതാണ് സംഭവിച്ചത്. അവർ വന്നതിന് ശേഷം അവിടെ തർക്കങ്ങളായി, പ്രശ്നമായി. 2ാമത്തെ സിസ്റ്റർ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിനെ അവിടെ നിന്ന് രണ്ടാമത് പോയി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് അവിടെ എത്തി. അതിനുശേഷം വളരെ മോശമായിട്ട് പെരുമാറിയതാണ് കുഴപ്പമുണ്ടാകാൻ കാര്യം. ആ ജ്യോതി ശർമ്മയൊക്കെ വളരെ ഞാൻ അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചു. അവരെക്കുറിച്ച് ആ നാട്ടിൽ പോലും ഒരാൾക്ക് നല്ല അഭിപ്രായമില്ല. കേസുണ്ടെന്ന് തോന്നുന്നു, പല കേസ്.
അവർ ന്യൂസൻസ് ആണ് അവരുടെ നാട്ടിൽ. ബജരംഗ് ദൾ നേതാവാണോ അവര്? ഇവർ അങ്ങനെയൊന്നുമില്ല. ഫോട്ടോയും ക്യാമറ എവിടെയുണ്ടോ അവിടെ ഉണ്ട് അവർ. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അല്ലാതെ അവർക്ക് എവിടെ ഷൈൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവർക്കൊരു നോയ്സൻസ് ആയിട്ട് ആ നാട്ടുകാർ കരുതുന്ന ഒരു ആളാണ്. ഇവർക്ക് കുറേ വിഷയങ്ങളുള്ള ഒരാളാണ്. അവർക്ക് ആർക്കും അഭിപ്രായമുള്ള സിസ്റ്റർമാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് അഭിപ്രായമുള്ള ഒരു കഥാപാത്രമല്ലേ ഇത്. അപ്പോൾ അവർ വന്ന് ബഹളമുണ്ടായി. ആ ബഹളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ആരോപണങ്ങളുണ്ടായി. ഈ സൈഡിലും ആളുകൾ കുറച്ച് സംഘടിച്ചിട്ടു. റെയിൽവേ സ്റ്റേഷൻ തന്നെ വന്നു. അതൊന്നും വന്നു. അപ്പോൾ ഈ അപ്പുറത്ത് ജയ് ശ്രീറാം വിളി വന്നു. ഇപ്പുറത്തും കുറച്ച് അങ്ങനത്തെ ഹല്ലേലൂയൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ ബെന്നി അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ, അവിടുത്തെ വികാരി അച്ഛൻ അവിടെ പോയി ആരും പ്രഭാഷണം, ഈ സിസ്റ്റേഴ്സിൻ്റെ ഉള്ള സ്ഥലത്ത് അച്ഛൻ ചെന്ന് പറഞ്ഞു, മലയാളിയാ അച്ഛൻ ചെന്ന് പറഞ്ഞു പ്രൊവോക്കേഷൻസ് ഒന്നും വേണ്ട, നമുക്ക് അവിടുന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് സ്റ്റേഷനിലാണോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ? ഇല്ല, സ്റ്റേഷൻ തന്നെയാണ് ഇതല്ല. ഈ രണ്ട് കൂട്ടരും പ്രൊവോക്കേഷൻ ഉണ്ടായി. പക്ഷേ ഈ സൈഡിലെ ചെറിയ പ്രൊവോക്കേഷൻ അത് പാസ്റ്റർമാർ കുറേ അവിടുത്തെ ഈ നോർത്ത് ഇന്ത്യൻ ഈ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറഞ്ഞ കുറേ ആളുകളാണ് വന്നത്. അപ്പോൾ ഈ സിസ്റ്റർമാർക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ വലിയ പിടുത്തമൊന്നുമില്ല, അറിയത്തില്ല. അപ്പോൾ അവർ വന്നു, അവർ ഇച്ചിരി പ്രൊവോക്കേഷൻ ഉണ്ടാക്കി, ഇവരും പ്രൊവോക്കേഷൻ ഉണ്ടായി. പക്ഷേ ഇവിടുത്തെ പ്രൊവോക്കേഷൻ ആളുകൂടി ആദ്യം വന്നവർ മാത്രമായി അത് ചുരുങ്ങി. ആദ്യം ഈ പ്രശ്നമൊന്നുമില്ല, അത് ഊരിപ്പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രൊവോക്കേഷൻ കൂടി രണ്ട് സൈഡിലും വലിയ രീതിയിലുള്ള ബഹളങ്ങളായി. അതിൽ കൂടുതൽ ബഹളവും കൂടുതൽ ആളും സംഘടിച്ചത് മറ്റേ സൈഡിലായിരുന്നു. സ്വാഭാവികം അതിനുള്ള ശക്തിയല്ലേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ സംഘടിച്ചു, പ്രശ്നമായി. സ്വാഭാവികമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് നിർബന്ധിതമായി തന്നെ മൊഴി മേടിച്ചു എന്നാണ് കുട്ടികൾ ഇപ്പോൾ പറയുന്നത്. ആ മൊഴി മേടിച്ചു, അതായത് മതപരിവർത്തനം നടത്തി എന്നുള്ളതും ഇവരെ കടത്താണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിതമായി മൊഴി മേടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന കുട്ടികളുടെ മൊഴിയുണ്ട്. അല്ല, നമ്മൾ വീഡിയോയിലും കാണുന്നുണ്ട്, ഇടിക്കാൻ ശ്രമിക്കുക. അതെ. അപ്പോൾ അതിനുശേഷം ഇത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ എത്തിച്ചു. സ്വാഭാവികമായിട്ട് FIR സെക്ഷൻ അനുസരിച്ച് റിമാൻഡ്. ആ റിമാൻഡ് വരെ ഒന്നും നമ്മളുടെ കയ്യിൽ ഫ്രൈഡേ വൈകുന്നേരം 5-നും 6-നും ഇടയ്ക്കാണ് സംഭവം. രാവിലെ ഒന്ന് തുടങ്ങി, പക്ഷേ വൈകുന്നേരം 5 മണി 6 മണി ആയപ്പോഴത്തേക്കും റിമാൻഡ് ചെയ്തു, ഇവരെ ജയിലിലെത്തി. ഞങ്ങൾ ഈ വിഷയം അറിയുന്നത് രാത്രി 8:30-ക്കാണ്. അന്ന് തന്നെ അറിഞ്ഞു. CBCI പത്രത്തിലൊക്കെ വാർത്ത വന്നതിന് മുമ്പേ അറിഞ്ഞു? ഒന്നുമില്ല, പത്രത്തിൽ വാർത്ത വരുന്നതിന് മുമ്പ് CBCI ഈ വിഷയം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നറിയിച്ചു. ആരെ അറിയിച്ചു? നിങ്ങളെ അറിയിച്ചു? അത് ഒരു ഒഫീഷ്യൽസ് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരം കാര്യങ്ങൾ PMOയിലേക്ക് ഈ അവർ റിക്വസ്റ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതിനൊരു കോപ്പി നമുക്ക് വരും. അതാ CBCI നമ്മൾ ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഇത് ഇങ്ങനെ കൺസേൺഡ് സാധനം സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനും ഒഫീഷ്യലായി വന്നു, എനിക്കും വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ ബന്ധപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാലും ഹോം മിനിസ്റ്ററുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾക്കായി ഒരു ലേസൺ ഓഫീസർ ഇതിനു വേണ്ടി ഡൽഹിയിൽ ഹോം മിനിസ്റ്റർ ഈ ഒരു ലേസൺ ഓഫീസറെ വെച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ടും ഹോം മിനിസ്റ്ററുമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ബന്ധപ്പെട്ടു. ഇത് നോർമൽ കോഴ്സിൽ അത് നടന്നു. അത് സാധാരണ ഇത് മുമ്പുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് ഇത്തരം ഇവിടുന്ന് നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇൻഡോറിൽ 15 മിനിറ്റ് കൊണ്ട് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടായി ആളെ റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്നെ ഇവിടുന്ന് മറ്റേ ആലപ്പുഴയിൽ നിന്ന് പ്രോൺഷാളിൽ വിളിച്ചു. പ്രശ്നമാണ്, റിമാൻഡായി. അപ്പോഴാണ് റിമാൻഡായി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. പോലീസ് പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ വികാർ ജനറലുമായിട്ട് സംസാരിച്ചു, CBCIയുടെ ഭാരവാഹികളായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഈ വിഷയമാണെന്ന് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ സർക്കാർ BJP സർക്കാരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. അപ്പം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ ഹോം മിനിസ്റ്ററിൽ നിന്ന് അങ്ങോട്ടൊരു ഇൻഫർമേഷൻ പോകും, അതിൽ പരിഹരിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇത് റിമാൻഡിലായ സ്ഥിതിക്ക് അവർ തിരിച്ചൊരു നോട്ട് കൊടുത്തു, ഇങ്ങനെ ഇന്ന FIR ഇന്ന സെക്ഷൻ പ്രകാരമാണ് ഇവർ അറസ്റ്റ് ചെയ്തിട്ട് ഇവർ റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ള റിപ്പോർട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ പത്രവാർത്തയൊക്കെ വന്നു തുടങ്ങിയില്ല? ഇല്ലല്ല, ഒന്നുമില്ല. ശനിയാഴ്ച വൈകുന്നേരം രാജീവ് സാറ് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്താ ഇനി ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോവാം, ഇപ്പം ഞാനും അനൂപും കൂടെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ വേഗം നിങ്ങൾ പോകാൻ നോക്കുക. അപ്പോൾ അനൂപ് സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഞായറാഴ്ച രാവിലെ പോകാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് പപ്പായ്ക്ക് അസുഖം വന്ന് വെച്ചുകൊണ്ട് എന്നെ പുള്ളിക്ക് ഭയങ്കര ഇച്ചിരി പനി കൂടിപ്പോയി. അപ്പോൾ ഞാൻ രാവിലെ വീണ്ടും വിളിച്ചു പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല, വേറെ ആരെങ്കിലും വിടും. ഞാൻ വേറെ ആരെങ്കിലും വിട്ടിട്ട് കാര്യമില്ല, ഒന്നെങ്കിൽ ഞാനല്ല അനൂപ് പോകണം, കാരണം സഭയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും കോർഡിനേറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ഞങ്ങളാരെങ്കിലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനൂപിനെ വിളിച്ചു വരുത്തി. അനൂപ് നേരെ എത്രയും പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അനൂപ് തിങ്കളാഴ്ച രാവിലെ എത്തി. തിങ്കളാഴ്ച ആയപ്പോഴത്തേനുമാണ് ഇവിടുത്തെ കോൺഗ്രസും CPM ഇത്തരം ആളുകളെല്ലാം ഞായറാഴ്ച രാത്രി പത്രവാർത്ത വന്നു തുടങ്ങുന്നു. ഞായറാഴ്ച വൈകുന്നേരം മുതൽ വാർത്ത വന്നു തുടങ്ങുന്നു. തിങ്കളാഴ്ച രാവിലെ ഈ വിഷയം
കോൺഗ്രസും CPM ഒക്കെ ഈ വിഷയത്തിൽ വന്നു. പക്ഷേ ഇത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മുടെ വഴിക്ക് പോവാണ്. അപ്പോൾ അവിടെ അവിടുത്തെ ഹോം മിനിസ്റ്റർ അനുപായിട്ട് നല്ല അടുപ്പുള്ള ആളാണ്. യുവമോർച്ചലുണ്ടായ സമയമാണ്. അപ്പോൾ ഹോം മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. CM-നെ കണ്ടില്ല. CM-നെ രാജുജി വിളിച്ചു. പക്ഷെ അപ്പോഴും ഈ FIR നിൽക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിന്നു. അപ്പം നമ്മൾ അതിനകത്തൊരു പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേനും ഈ NICC മറ്റേ നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിൽ അവർ ആരോടും ചോദിക്കാതെ തന്നെ അവർ കയറി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. സിസ്റ്റേഴ്സിനോടും നിങ്ങളോടൊന്നും ചോദിച്ചില്ല? അവർ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, റിജക്റ്റ് ആയി. അത് അല്ല, ഈ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടില്ല? സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, പക്ഷെ അവർക്കും ഇതിനകത്തൊരു അറിയത്തില്ല, ഒരു വ്യക്തതയില്ല. കാരണം ഇവർക്ക് ഒന്നും ഇതിന്റെ ആരോടും CBSE ഒന്നും അറിഞ്ഞില്ല. CBSE രൂപതയൊന്നും അറിയാതെയാണ് ഇത് ചെയ്തത്. പിന്നെ അവർ ഇത് പുറത്തിറക്കണമെന്നുള്ള നല്ല ഇൻറ്റൻഷൻ ആയിരിക്കാം. പക്ഷെ അത് മജിസ്ട്രേറ്റ് കോടതി എന്നുള്ള നമ്മുടെ ഓപ്ഷൻ പോയി. കാരണം അവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാമായിരുന്നു. തിങ്കളാഴ്ച നമ്മൾ ചെയ്തത്, തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച വൈകുന്നേരം തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കളെ നാരായൺപൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചു. എങ്ങനെ എത്തിച്ചു? ദുർഗിലെത്തിച്ചു, ബൈ റോഡ് എത്തിച്ചു. പോലീസിൻ്റെ ഇല്ലില്ല, അവരെ എത്തിച്ചു. അവരെ എത്തിച്ചതിന് ശേഷം തിങ്കളാഴ്ച ഈ പെൺകുട്ടികളെ റെസ്ക്യൂ ഹോമിലേക്ക് ഹോൾഡ് ചെയ്തു. മറ്റേ 3 പേരെ, സിസ്റ്റർമാർ 2 പേരെ മറ്റേ ആളെയും അറസ്റ്റ് ചെയ്തു. ഈ പെൺകുട്ടികളെ റെസ്ക്യൂ ഹോമിലോട്ടാണ് അയച്ചത്. അപ്പോൾ ഇവർക്ക് പ്രായപൂർത്തിയായില്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെസ്ക്യൂ ഹോമിലേക്ക് അപ്പോൾ റെസ്ക്യൂ ഹോമിലോട്ട് മാറ്റി ഈ കുട്ടികളെ മാതാപിതാക്കളെ എത്തിച്ച് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. മാതാപിതാക്കളുടെ മൊഴിയെടുത്തപ്പോൾ നമുക്കൊരു സ്ട്രോങ് സാധനമായി. കാരണം അത് ഈ മതപരിവർത്തനം നടന്നിട്ടില്ല, ഇവർ ഓൾറെഡി ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളൊരു ഇത് വന്നു. പ്രായപൂർത്തിയായെന്നുള്ളത് വന്നു. 3, ഇവരുടെ കൺസെൻറ്റോട് കൂടിയാണ് ജോലിക്ക് പോയെന്നുള്ളത്. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇല്ല എന്നൊരു മൊഴി കോടതിയിൽ മൊഴിയെടുത്തു. ഇല്ല, പോലീസ് മൊഴിയെടുത്തു. പോലീസിൻ്റെ മൊഴി കേസ് ഡയറിയിൽ, അവിടെ എല്ലാം കേസ് ഡയറിയിൽ വരും. ആ കേസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം ഈ മറ്റേ സെഷൻസിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച സെഷൻസിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. സെഷൻസ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ വലിയ ബഹളങ്ങളായി. ഈ സെഷൻസിൽ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് സെഷൻസിനകത്ത് ഒരു പ്രശ്നം പറ്റിയത്, ഇതിനകത്ത് ഈ 143(3) എന്ന് പറയുന്ന സെക്ഷൻ, അതായത് BNS സെക്ഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് പറയുന്ന സെക്ഷൻ, അവിടുത്തെ സിസ്റ്റം അനുസരിച്ച്, അവിടുത്തെ ഹൈക്കോടതി അനുസരിച്ച് ആ ഷെഡ്യൂൾഡ് ഒഫൻസ് NIA കോർട്ടിലാണ് ട്രയൽ ചെയ്യുന്നത്. ഒന്നും നോക്കാതെ അവർ അല്ല, NIA കോടതി കേന്ദ്ര സർക്കാർ അനുമതി വേണ്ടേ? അല്ല, അവിടുത്തെ ലോക്കൽ NIA കോർട്ടുണ്ട്. ഇവിടുത്തെ പോലെ അല്ല. ഇവിടെ സ്റ്റേറ്റ് NIA ഇല്ലല്ലോ, അവിടെ സ്റ്റേറ്റ് NIA ഉണ്ട്. സ്റ്റേറ്റ് NIA ഉണ്ട് അവിടെ. ഇവിടെ ഈ മറ്റേ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്റ്റേറ്റ് NIA കോർട്ടുണ്ട്, സ്റ്റേറ്റ് NIA ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ നാഷണൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് NIA ഡിപ്പാർട്ട്മെന്റ് കോടതി എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ കോടതിയാണ്. ആ ജില്ലാ കോടതിയാണ് ഇത്തരം കേസുകൾ 143(3) അനുസരിച്ചുള്ള സെക്ഷൻസ്, ആ ഷെഡ്യൂളിൽ വരുന്ന എല്ലാ സെക്ഷൻസും ട്രയൽ ചെയ്യേണ്ടത് NIA കോർട്ടിലോട്ടാണ്. അവിടുത്തെ ഹൈക്കോടതി റൂളിംഗ് അനുസരിച്ച്, ആ റൂളിംഗ് അനുസരിച്ച് ഇവരെടുത്ത് NIAക്ക് വെച്ചു. അപ്പോൾ നമ്മൾ അതിലും പ്രതിസന്ധിയിലായി. ഗവൺമെൻറ് നമുക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ അപ്പോഴത്തേനും ബുധനാഴ്ച ഈ കേസ് തള്ളിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല, പ്രശ്നമായെന്ന് മനസ്സിലായി. അവിടുന്ന് രാജുവേട്ടൻ ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം നേരെ പ്രധാനമന്ത്രിയെ കണ്ടു. 2 മണിക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു. 4 മണിക്ക് അദ്ദേഹം ഹോം മിനിസ്റ്ററെ കണ്ടു. പ്രധാനമന്ത്രി ഓൺ സ്പോട്ടിൽ തന്നെ ഹോം മിനിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം, എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം, അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രാജുവേട്ടൻ ഹോം മിനിസ്റ്റർ അടുത്ത് പോയി. ഹോം മിനിസ്റ്റർ അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ ഹോം മിനിസ്റ്ററും ഛത്തീസ്ഗഡ് CM-ഉമായിട്ട് വളരെ ദൈർഘ്യമായി കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെ ജാമ്യം കിട്ടാം എന്നതിനെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ട് പിന്നെ NIA കോർട്ടിലാണ് നിൽക്കുന്നത്. NIA കോർട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ NIA കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ കിട്ടിയിട്ടില്ല. മറ്റൊരു കോടതിയാണ് അങ്ങോട്ട് റെഫർ ചെയ്തത്, ഹൈക്കോടതിയല്ല. അതൊന്ന്. 2, NIA കേസ് അന്വേഷിക്കാൻ സർക്കാർ നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ സർക്കാർ നോട്ടിഫൈ ചെയ്താൽ ഇവരെന്ത് പറയും? NIA കേസ് NIAക്ക് വിട്ടെന്ന് പറഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതൊരു പ്രതിസന്ധിയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അവിടുത്തെ വേണമെങ്കിൽ NIAക്ക് ആ കോടതിക്ക് ഇത് വേണമെങ്കിൽ സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ജുഡീഷ്യൽ ഇല്ലാന്ന് പറഞ്ഞ് കളയായിരുന്നു. പിന്നെ 99% തള്ളും. മനസ്സിലായി. അപ്പോൾ നിയമോപദേശങ്ങൾ കിട്ടി. നമ്മൾ വിവിധ ജസ്റ്റിസുമാരുമായിട്ട് സംസാരിച്ചു. ബുധനാഴ്ച രാത്രിയിൽ ഞങ്ങളുടെ സംവിധാനത്തിൽ, BJP സംവിധാനത്തിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള മലയാളികളായിട്ടുള്ള 10ഓളം സീനിയർ അഭിഭാഷകരെയും ക്രിമിനൽ ലോയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുടെയും ഞങ്ങളൊരു മീറ്റിംഗ് ഓൺലൈനായിട്ട് കൂടി.
10 പേരുടെ അഭിപ്രായം എടുത്തു. 10 പേരും ഹൈക്കോടതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. 10 പേരും ബുധനാഴ്ച രാത്രിയിൽ ഞാനുണ്ട്, ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു. 10 പേര് ഒരുമിച്ച് പറഞ്ഞു ഹൈക്കോടതിയിൽ പോയാൽ മതി, കാരണം ഇനി NIA കോടതിയിൽ പോയാൽ തട്ട് കിട്ടും, ഇത് ഒരിക്കലും എടുക്കില്ല. അപ്പോൾ ഞങ്ങളൊരു വലിയ ആശയക്കുഴപ്പത്തിലായി. ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ വെള്ളിയാഴ്ച ഫയൽ ചെയ്യാം, ശനി ഞായർ അവധി, തിങ്കളാഴ്ച കേസ് ക്യൂർ ചെയ്ത് ഡിഫക്സ് ക്യൂർ ചെയ്ത് വന്ന് നോട്ടീസ് കൊടുക്കും, പിന്നെ ചൊവ്വാഴ്ച എടുക്കും. ചൊവ്വാഴ്ച എടുത്താൽ സ്റ്റേറ്റിന് ഇൻസ്ട്രക്ഷന് പോയാൽ ചിലപ്പോൾ പിറ്റത്തെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച പരിഗണിക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 10 ദിവസം പോകും. ആ 10 ദിവസം ആ അമ്മമാർ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് വലിയ മാനസിക ബുദ്ധിമുട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് കണ്ട് കരഞ്ഞുപോയി. അത്രയും നമുക്ക് അത്രയും പാവങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത. അപ്പോൾ ഞാൻ സിസ്റ്റർമാരെ കൺവിൻസ് ചെയ്യാന്നിട്ട് അവരും കൺവിൻസ്ഡ് ആകുന്നില്ല. അവർ പറഞ്ഞു നമുക്കിനി റിസ്ക് എടുക്കണ്ട, നമുക്ക് ഹൈക്കോടതിയിൽ പോയാൽ മതി. വികാരി ജനറലെ വിളിച്ചപ്പോൾ അവരും പറയുന്നു നമുക്ക് റിസ്ക് എടുക്കണ്ട എന്നാണ്. അവസാനം ഞങ്ങൾ കരഞ്ഞ് കാലെ പിടിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം ഒരു ചാൻസ് താ. സിസ്റ്റർമാർ ചോദിച്ചാൽ അവർ പറയും 99% കിട്ടില്ല. വെള്ളിയാഴ്ച ഇത് ഫയൽ ചെയ്തിട്ട് തിങ്കളാഴ്ച കോടതി വരുന്നതിനും തിങ്കളാഴ്ച ഫയൽ ചെയ്ത് കോടതി ചൊവ്വാഴ്ച വന്നാൽ മതി. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കിട്ടിയാൽ ജാമ്യം ഇവിടെ കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ കളഞ്ഞു, ഞങ്ങൾ ആ കുറ്റം ഏക്കുന്നു. ഒരു ദിവസം ഞങ്ങൾ കളഞ്ഞു. ഇത്രയും കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, ഇത് ഞങ്ങൾക്ക് അവന് തരണം. അപ്പം പ്രൊവിൻഷ്യൽ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി മെനക്കെട്ടല്ലേ, നിങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. വികാരി ജനറൽ അച്ഛനും പറഞ്ഞു ആയിക്കോട്ടെ ഒരു ചാൻസ്. ഞങ്ങൾ പറഞ്ഞു ഇത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇത് ഹോം മിനിസ്റ്റർ വാക്കാണ്, ചീഫ് മിനിസ്റ്റർ വാക്കാണ്. അത് മാത്രമല്ലായിരുന്നു, അവർ പറഞ്ഞിട്ട് ഇത് ചെയ്തില്ല എങ്കിൽ ഹൈക്കോടതി ചെല്ലുമ്പോൾ പിന്നെ അവരോട് ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളൊരു ഭയങ്കര മാനസിക പ്രതിസന്ധിയിലായി. ഒരു സൈഡിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇവിടെ കിടന്ന് ഇവരുടെ കോലം കെട്ട്, ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും കോലം കെട്ട്, അതുകൂടാതെ സഭയുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ, അല്ല വലിയ പ്രതിഷേധങ്ങൾ, അതിനിടയിൽ ഈ അവിടെ ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. എന്തു പാളിച്ച ഉണ്ടായാലും ഇവൻ സംസ്ഥാന പ്രസിഡന്റ് അടുത്ത് പോലും സമാധാനം പറയേണ്ടത് ഞാനും അനുഭവമാണ്. ഈ നാട്ടുകാരോട് പറയണം, ഗവൺമെന്റിനോട് പറയണം, സഭയോട് പറയണം. ഇവർ എവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞു പിഴവുണ്ടെന്ന് നോക്കി അവിടെ കുറേ പേര് കണ്ണുകളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു വലിയ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. കാരണം ആ ഗവൺമെൻറ്റിനെ വിശ്വസിക്കാതെ ഞങ്ങൾക്ക് മാർഗമില്ലായിരുന്നു. നിങ്ങൾ മൂവ് ചെയ്യാൻ പറഞ്ഞു. മൂവ് ചെയ്തു. വ്യാഴാഴ്ച കേസ് എടുത്തപ്പോഴേ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഒരു നല്ല നിലപാടുണ്ടാവും. പ്രോസിക്യൂഷൻ അവിടെ പ്രതിഭാഗത്തു നിന്നും ഇവരുടെ വയസ്സ് തെളിയിക്കുന്ന ഡീറ്റെയിൽസ്, ഇവരുടെ മാതാപിതാക്കളുടെ കൺസെൻറ്റ്, ജോലിക്ക് പോകാനുള്ള കൺസെൻറ്റ്, ഇവർ മതം ക്രിസ്ത്യാനികളാണ് എന്നുള്ള ഇവരുടെ അഫിഡവിറ്റ്, ഈ 3 കാര്യവും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ സെക്ഷൻസ് ഒന്നും നിലനിൽക്കാത്ത സാഹചര്യം ഉണ്ടായി. അത് പ്രോസിക്യൂഷൻ അംഗീകരിച്ചു. പ്രോസിക്യൂഷൻ അംഗീകരിക്കല്ല, പ്രോസിക്യൂഷൻ എതിർത്തില്ല. ഈ 3 എണ്ണത്തെ അവിടെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയ ഈ 3 കാര്യങ്ങളെ എതിർത്തില്ല. യു ഹാവ് ഒബ്ജക്ഷൻ. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞു എയർലി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കാരണം NIAക്ക് അന്ന് 11 മണിക്കാണ് കേസ് വരുന്നത്. അപ്പോൾ ആ പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് ജാമ്യം കൊടുത്തോളാൻ പറയാൻ. മെയിൻ പോയിന്റ്സിൽ ജാമ്യത്തെ എതിർക്കേണ്ട കാര്യങ്ങളിലൊന്നും എതിർത്തില്ല. ആസ് എ പ്രൊസീജിയർ അവർ പറഞ്ഞു ബെയിൽ മേ ബി റിജക്റ്റഡ്. ഒറ്റ വാക്ക് ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ജാമ്യം കിട്ടി. ഇതാണ് അവിടെ നടന്ന ചരിത്രം. ബാക്കിയുള്ളതെല്ലാം രാഷ്ട്രീയമാണ്. അപ്പം ഞാൻ ചോദിക്കണേ, ഇവരെ അവിടെ ജോൺ ബ്രിട്ടാസൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ അന്ന്. ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. അവരുടെ റോൾ എന്തായിരുന്നു അവിടെ? ജോൺ ബ്രിട്ടാസും റോജിയും ജോണും ഇടയ്ക്കിടയ്ക്ക് വരിക, BJPയെ കുറിച്ച് കുറച്ച് ചീത്ത വിളിക്കുക, മാറി നിൽക്കുക, ചായ കുടിക്കുക, ഇത് തന്നെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് വരും അവിടെ വന്നിട്ട്. പക്ഷെ ബ്രിട്ടാസിനെ 2 കന്യാസ്ത്രീകളിങ്ങനെ ചേർത്തിരിക്കുന്ന പടം കണ്ടായിരുന്നോ? ബ്രിട്ടാസ് ആ അമ്മമാർ എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറേ പാവം സ്ത്രീകളാണ്. എല്ലാവരോടും സ്നേഹം. ഞാൻ പറയട്ടെ, ഞാനവിടെ അതിലൊരാളെ ഉദയകാരി എനിക്ക് പരിചയമുള്ളതാണ്. 3 ദിവസം ഈ ഒന്നാമത് മിഷൻ സിസ്റ്റർമാരായിട്ട് എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും കാരണം. ഞാൻ 3 ദിവസം ഞാൻ ഒരു നേരം മാത്രമാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത്. ബാക്കി എല്ലാ നേരം ഞാൻ മടത്തിന്ന് ഭക്ഷണം കഴിച്ചു. കാരണം എന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. മറ്റുള്ളവരോ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെയോ? അല്ല, ഞാനും അനുവും എൻ്റെ കൂടെ സച്ചിനും മറ്റേ എബിനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം മടത്തിന്ന് ഞങ്ങൾ അവരുടെ കൂടെ ആയിരുന്നു കിടക്കാൻ വേണ്ടി. നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവർക്ക് ബോധ്യമാണ് ആ സമയത്ത് ഈ കോൺഗ്രസ്? അല്ല, ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടല്ലോ ഫുൾ ടൈം. ഞങ്ങൾ എവറിത്തിങ് അവരുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അനൂപ് ഞായറാഴ്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു, അല്ല തിങ്കളാഴ്ച മുതൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചൊവ്വാഴ്ച രാത്രി മുതൽ ഞാൻ അവിടെ എത്തി. അപ്പോൾ മാത്രമല്ല അവിടെ ഞങ്ങൾ എത്തിയില്ലെങ്കിലും ഇവിടെ ഇരുന്നപ്പോഴും ഞങ്ങൾ ഫുൾ ടൈം ഇവരുമായിട്ട് ഫോണിലാണല്ലോ. അപ്പോൾ കാണാതെ തന്നെ ഞങ്ങളുമായിട്ട് അത്രയും
അടുപ്പമായിരുന്നു അവരും എല്ലാവരും. ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്കും വിളിച്ചു. അത്രയും വലിയ അടുപ്പം. വെറുതെ ആൻസണി സിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ എരുമേലിക്കരിയാണ്, മുണ്ടയ്ക്ക് എരുമേൽ റോഡിലാണ് താമസിക്കുന്നത്. സിസ്റ്ററിന്റെ ചേച്ചി മരിച്ചു ശനിയാഴ്ച, കാണാൻ പറ്റിയില്ല സിസ്റ്റർ. അവിടെ നിൽക്കണ്ടോന്ന് ഇൻചാർജാണ് സിസ്റ്റർ. അതല്ലേ ഉദയഗിരി ഇപ്പം താമസിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞേ, അതായത് എൻ്റെ അനിയൻ അവിടെ ചോലത്തടത്താണ് എൻ്റെ അനിയൻ്റെ ഭാര്യ വീട്. അവരുടെ ഫസ്റ്റ് കസിനാണ് ആൻസണി സിസ്റ്റർ. ഇപ്പം മലബാറിലെ ഉദയഗിരിക്കാരിയാണ്. അപ്പം ഞാൻ ചോദിക്കണേ, അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ കോൺഗ്രസ്സുകാരും LDF UDF ഉണ്ടല്ലോ, അവർ പക്ഷേ ഭയങ്കര ആവേശത്തിന് അവരാണ് രക്ഷിച്ചെന്ന രീതിയിലാണല്ലോ കൈകാര്യം ചെയ്തത്. അവരെന്തു ചെയ്തു എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ സത്യം പറഞ്ഞാൽ ഈ ബുധനാഴ്ച കോടതിയിൽ തള്ളാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവർ കൊണ്ടാക്കിയ പൊളിറ്റിക്കൽ പ്രശ്നമാണ്. ആ കോടതിയിൽ വേണമെങ്കിൽ പരിഗണിച്ചു പോയേനെ. അവരാ നിയമത്തിൻ്റെ പഴുത് നോക്കി അയാൾ തള്ളിയതിൻ്റെ കാര്യം തന്നെ ഈ പുറത്ത് ഉണ്ടായ പ്രക്ഷോഭവും ഇൻസൈഡിലുള്ള ഓൾ ഇന്ത്യ ലെവലിൽ ഇത് വലിയ ഒരു വിഷയമായി വന്നതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ പ്രഷർ അയാൾക്ക് പേടിയായി. ആ ജഡ്ജിനെ സംബന്ധിച്ച് അയാൾക്ക് പേടിയായതുകൊണ്ടാണ്. ഇവിടെയും വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇവരുയർത്തിയ പൊളിറ്റിക്കൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കാരണം സ്വാഭാവികമായിട്ടും ആ ഗവൺമെൻറ് എന്ത് ചെയ്യണമായിരുന്നു? അവർ ബലം പിടിച്ച് നിൽക്കണമായിരുന്നു കൊടുക്കാതെ. അവർ സ്വീകരിച്ച ഇപ്പോൾ പറയുന്ന BJP FIR ഇട്ടെന്നല്ലേ. BJP FIR ഇട്ടാൽ ആ FIR ശരിയാന്ന് തെളിയിക്കേണ്ടതല്ലേ BJPയുടെ ആവശ്യം? ആ സർക്കാർ ആ മര്യാദ നമ്മളോട് കാണിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരാണ് കേരളത്തിലെ BJPക്ക് വേണ്ടി അല്ല കേരളത്തിൽ നിന്നുള്ള 2 ആളുകൾക്ക് വേണ്ടി ഈ ജോലി ചെയ്ത്. അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ്റെ മതേതര മുഖം, എപ്പോഴും മത ഭീകരവാദി എന്ന് ലോകം മുഴുവൻ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ്റെ മതേതര മുഖം നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെയാണ്. എന്ത് ലാഭമാണ് BJPക്ക് കിട്ടുന്നവർക്ക്? അവിടെ ഇപ്പം ഛത്തീസ്ഗഡിലെ ഇതിൻ്റെ പേരിൽ BJPക്ക് ഉണ്ടായ ക്ഷീണം ചെറുതൊന്നുമല്ല. ആര് ചെയ്യും? ഇവന്മാരും ചെയ്യുമോ? അവിടുത്തെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് പറഞ്ഞെന്താ? അവിടുത്തെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ഇവിടെ ഇത് നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇവർക്കെതിരായിട്ടല്ലേ മൊഴി കൊടുത്ത്? ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിൻ്റെ പേരിൽ അവിടെ തിരിച്ചു മുതലെടുക്കാൻ കോൺഗ്രസ് പോയി. മനസ്സിലായി. ഇവർ സഹായിച്ചതിൻ്റെ പേര് അവിടെയാണ് അവിടെ ആണ് ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കിയ കോൺഗ്രസ് അവിടെ. അപ്പം അത് രാഷ്ട്രീയ ലാഭമോ നഷ്ടമല്ല, അവർക്ക് നീതി കിട്ടണം. സഭാ നേതൃത്വത്തിന് കൺവിൻസ്ഡ് ആണോ നിങ്ങളുടെ ഇടപെടലിനെ? 100% എല്ലാവർക്കും അറിയാം. പിന്നെ ഈ അനൂപടി കുമ്മനടി ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഷട്ടും പറഞ്ഞാൽ ഷട്ടും മുണ്ടും പോലും ഇല്ലായിരുന്നു നല്ല ഇടാൻ. കാരണം കയറിപ്പോകാൻ പറഞ്ഞ് കയറിപ്പോയി. അനൂപിന് അവിടെ സംസാരിക്കാൻ അവകാശമുള്ള ആളാണ്, അത്രയും കഷ്ടപ്പെട്ടവനാണ്. അത് സഹിക്കില്ല. അത് സഹിക്കാത്തപ്പോൾ അങ്ങനെ അമ്മമാർ പലതും പറയും. കുമ്മനൻ രാജേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറയാൻ ഇവർക്കല്ലേ പറ്റൂ? രാജേട്ടനെ പോലെ സ്വാത്വികനായ ഒരു മനുഷ്യന് നേരെയാണ് കുമ്മനടി എന്ന് പറയുന്നൊരു വാക്ക് ഇവരുണ്ടാക്കി ഓർക്കുന്നുണ്ട്. ആ മനുഷ്യനെ പോലെ ചേട്ടൻ അറിയാലോ, അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് വർത്തമാനം പറഞ്ഞാൽ അദ്ദേഹം ആരാന്ന് മനസ്സിലാവും. ഇത്രയും സ്വാത്വികനായ ഇത്രയും നന്മയുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ കേരളത്തിലെ BJPയിൽ ഇത് ദോഷം ചെയ്തിട്ടില്ലേ? കാരണം ഞാൻ പല പോസ്റ്റുകളും കണ്ടത് മതപരിവർത്തനത്തിനെതിരെയായ നിലപാടെടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ശരിയല്ല, നിങ്ങൾ ശരിയല്ല, ക്രിസ്ത്യൻ ലോബിയുടെ കീഴിൽ വീണുപോയി എന്ന രീതിയിലുള്ള പ്രചരണം കണ്ടത് നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടില്ലേ? അതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നം അവിടെ സംഭവിച്ച പോലെ ചെറുതായിട്ട് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, നിങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുന്നു എന്ന് പറയുന്ന RSSൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വം അറിഞ്ഞു തന്നെ ഞങ്ങളൊക്കെ ഓരോ കാര്യം ചെയ്തിട്ടുണ്ട്. എന്നോട് കയറിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടത് അവരാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായ വ്യക്തികൾ ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും സംഘടനയുടെ നയമായി കൂട്ടാൻ പറ്റില്ല. മാത്രമല്ല, ആ പറഞ്ഞതിനകത്ത് തെറ്റിദ്ധാരണ, ഈ കൺവേർഷനും ഫോഴ്സ്ഫുൾ കൺവേർഷനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കുന്നത് 2ാം വത്തിക്കാൻ കൗൺസിൽ 1964 ഫോഴ്സ്ഫുൾ കൺവേർഷൻ സഭയ്ക്കുള്ളിൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തോലിക്കൻ ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന സിസ്റ്റർമാരാണ്, അവർക്ക് ഫോഴ്സ്ഫുൾ കൺവേർഷൻ. എന്നാൽ ഒരാൾ ഹൈന്ദവ മതത്തിൽ ചേരണമെന്ന് എൻ്റെ വിശ്വാസം ഹൈന്ദവ മതത്തിലേക്ക് മാറണം തീരുമാനിച്ചാലോ സ്വാതന്ത്ര്യമുള്ള രാജ്യം ഇത്.
ഒരാൾ ക്രിസ്ത്യനാണോ തീരുമാനിച്ചാൽ അതിന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അത് പ്രലോഭനങ്ങളിലോ ഭീഷണിയുടെ പുറത്തോ ആകരുത്, അത്രേ ഉള്ളൂ. അപ്പം ആ വ്യത്യാസങ്ങളെ പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ വലിയ കൺവേർഷൻ നടക്കുന്നുണ്ട്, ഇല്ലാത്തൊന്നുമല്ല. വലിയ ഫോഴ്സ്ഫുൾ കൺവേർഷൻ തന്നെ നടക്കുന്നുണ്ട്, പ്രലോഭനങ്ങളുള്ള കൺവേർഷൻ നടക്കുന്നുണ്ട്. അത് ഇവരല്ല ചെയ്തത്. പക്ഷെ അങ്ങനെ ജനറലൈസ് ചെയ്യുമ്പോൾ ഇതും അതിൻ്റെ ഭാഗമായി മാറുന്നു, അല്ലെ അതിനെ BJP പിന്തുണയ്ക്കുന്നു എന്ന് കരുതുന്ന ആളുകളാണ് ഇത്തരം കമൻസ് പറയുന്നത്. പക്ഷെ അത്തരം ആളുകളെയൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർക്കതെല്ലാം ബോധ്യമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കൺവേർഷൻ നടത്തുന്ന ലോബിയുണ്ട്, ആ ലോബി ഒരു പക്ഷേ അവർക്ക് ഇതിനൊരു അവസരം മുതലെടുക്കാൻ ശ്രമിച്ചാവണമെന്ന് തോന്നുന്നുണ്ടോ? കാരണം എനിക്കങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല, എങ്കിൽ പോലും ഇതിനകത്ത് അങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ എനിക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കത്തോലിക്ക കന്യാസ്ത്രീകളകത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒച്ചപ്പാടുണ്ടാവും. അതിനുവേണ്ടി ഈ പെട്ടിക്കിടക്കാരായ ഈ സുവിശേഷ പെട്ടിക്കിടക്കാർ ഒരുപക്ഷെങ്കിൽ ആരെയും അങ്ങനെ അപമാനിക്കുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഏതൊരു ക്രൈസ്തവൻ്റെയും അവകാശങ്ങളിൽ പെടുന്നതാണ്. പക്ഷെ അതിനെ വ്യവസായമായി കാണുന്ന ആളുകളുണ്ട്, ഇല്ലാത്ത എല്ലാവരെയും വ്യവസായമായി കാണുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ സ്ഥലം മുതലെടുത്തോ എന്നുള്ളത് എനിക്കത്ര വ്യക്തമല്ല. എന്നാലും അതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടി. ഇത് ഞാൻ പറഞ്ഞ ശാശ്വതമായ പരിഹാരം അല്ല, അതിന് ശാശ്വതമായ പരിഹാരം ഇതിനകത്ത് ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യത്തിൽ ചില വ്യക്തതകൾ ഉണ്ടാക്കും. എല്ലാ ആളുകളുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിനൊരു തീരുമാനം ഉണ്ടാവണം തീർച്ചയായിട്ടും. അല്ല, എല്ലാ ആളുകളുമായി, എല്ലാ സഭകളുമായും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയും ഒരു സിസ്റ്റവും മാത്രമല്ല. ഞാൻ പറയല്ലേ, ഈ രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രാർത്ഥന നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും മിഷണറി ആക്രമിക്കപ്പെടണമെന്നാണ്. ഞാനൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്നു ആർക്കെതിരെയും ഒരു ആക്രമണം ഉണ്ടാകരുതെന്നാണ്. കാരണം ഇതിൻ്റെ എല്ലാ ഭാവഭാരം ഞങ്ങൾക്ക് വരും. കാരണം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളിവിടെ അതിനെ സംരക്ഷിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരാണ്, കുമ്പസാരിക്കുന്നവരാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ എന്ത് ചെയ്താലും അതിൻ്റെ ഭാവഭാരം എല്ലാം നമ്മുടെ തലയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരുടെ മെയിൻ പരിപാടി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ എന്ത് കോലം കെട്ടിയാലും കുഴപ്പമില്ല, നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മിഷണറി ആക്രമിക്കപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഈ ക്രൈസ്തവരും BJPയും തമ്മിൽ വളരെ അടുപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അതിൻ്റെ ഉദാഹരണമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം. അപ്പോൾ ഈ അടുപ്പത്തെ ഇത് വല്ലാതെ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഈ അടുപ്പം എങ്ങനെയാണ് ഉണ്ടായത്? ഒരു സുപ്രഭാതത്തിൽ BJPയുടെ ഏതെങ്കിലും നേതൃനിരയെ കണ്ടുകൊണ്ടല്ല. മോദിജി എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് 100%. പക്ഷേ അതിനുപരി ക്രൈസ്തവർ എന്തുകൊണ്ട് BJPയുടെ അടുക്കുന്നു, അത് അവർ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ രാജ്യവിരുദ്ധ ശക്തികളുമായി ഉണ്ടാക്കുന്ന ബാന്ധവത്തെ, അവരുടെ ബന്ധത്തെ ഉള്ള അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരെ പ്രത്യേകിച്ച് ഈ BJPയോട് അടുപ്പിക്കാനുള്ള കാരണം. അതിന് മറ്റൊരു വലിയ റീസൺ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ മോദിജിയുടെ 11 വർഷക്കാലത്തെ ഭരണത്തിലുള്ള വലിയ ആത്മവിശ്വാസം, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് കത്തോലിക്ക സഭ. ആ ഓരോ വിദേശ രാജ്യം ജീവിക്കുന്നവർക്കുണ്ടായ ആത്മാഭിമാനം ചെറുതല്ല ഈ കാലഘട്ടത്തിലുണ്ടായത്. വികസന കാര്യങ്ങളിൽ, അഴിമതി രംഗത്ത്, അഴിമതിയുടെ കാര്യത്തിലൊക്കെ മോഡി സർക്കാർ കാണിക്കുന്ന ഒരു ജാഗ്രത ഏതെങ്കിലും ഒരു അഴിമതി കേസ് 11 വർഷത്തിനിടയിലുണ്ടോ? മാത്രമല്ല, നരേന്ദ്രമോദി ഇല്ല ഈ രാജ്യത്തെങ്കിൽ എല്ലാ ക്രൈസ്തവരും, എല്ലാ വൈദികരും, എല്ലാ പിതാക്കന്മാരും പറയുന്ന ഒറ്റ വാക്കുള്ള കാര്യമുണ്ട്: നരേന്ദ്രമോദി അല്ല ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. ആ സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. അത് വലിയ രീതിയിൽ. ആരാണ് ഈ രാജ്യവിരുദ്ധ ശക്തികൾ? അല്ല, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, SDP പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലേക്ക് ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ മാൻഡേറ്റ് കൊണ്ട് കൊടുത്തില്ലേ CPM കോൺഗ്രസും. ഇവിടെ എല്ലാ കാലഘട്ടത്തിലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതൃത്വം മാറ്റി നിർത്തിയിരുന്ന ഇവരുടെ കയ്യിലേക്ക് മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ മാൻഡേറ്റ് കൊണ്ട് കൊടുക്കല്ലേ. ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നണിയിലുള്ളപ്പോൾ എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചത് UDF നിലമ്പൂരിൽ? അപ്പോൾ മുസ്ലിം ലീഗിന് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് തീവ്രത കുറവാണ്. അപ്പം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കാൻ മാത്രം അത്രയും കോൺഗ്രസ് തരംതാന്നെങ്കിൽ എങ്ങനെ ഇത്തരം ആൻറ്റി നാഷണൽസിനെ വിശ്വസിച്ചുകൊണ്ട് ക്രൈസ്തവർ കോൺഗ്രസിനൊപ്പം നിൽക്കും? ഇന്നലെ ഷോൺ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതീവ ഗുരുതരമായ ആരോപണം ഷോൺ ആ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചു. ഷോൺ പറയുന്നത് SDP സാന്നിധ്യം 9 ഇടങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഷോൺ, എങ്ങനെയാണ് അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എവിടുന്നാണ്? സ്റ്റാറ്റിക്സ് അല്ല, ഒന്ന് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ റിപ്പോർട്ട് എടുത്തിരുന്നു ഇത് സംബന്ധിച്ച്. കാരണം പല സ്ഥലങ്ങളിലും ഫോട്ടോകളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, കൃത്യമായി നമുക്ക് കണ്ടാലറിയാൻ.
രണ്ട്, ഇതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ അന്വേഷണം നടത്തി. പിന്നെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്നും എനിക്കത് വെളിപ്പെടുത്താൻ കഴിയില്ല. ഒഫീഷ്യൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്ന ആരോപണത്തെ തിരിച്ചാൽ അവർ പറയട്ടെ അവരില്ലായിരുന്നു. ഇന്റലിജൻസ് ഒക്കെ ആവാം, ഒഫീഷ്യൽ ഇതാണെന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുള്ളൂ. 9 സ്ഥലങ്ങളിൽ അവർ ഈ പ്രകടനത്തിൽ പങ്കാളിയായി ഒളിഞ്ഞും തെളിഞ്ഞും കയറി. 2 സ്ഥലങ്ങളിൽ അങ്കമാലിയിലും എറണാകുളത്തും അവർക്ക് നേരിട്ട് ആക്സസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇതിനു മുമ്പും ക്രൈസ്തവ സഭയ്ക്കെതിരെ വിവിധ പ്രതിഷേധങ്ങൾ നടന്നു. ഇത് നമ്മുടെ ആലഞ്ചേരി പിതാവിൻ്റെ എതിരെ സമരം നടന്ന സമയത്ത്, ഫ്രാങ്കോ പിതാവിനെതിരെ സമരം നടന്ന സമയത്ത് ഒക്കെ ഓപ്പണായിട്ട് വഞ്ചി സ്ക്വയറിൽ സമരത്തിൽ പങ്കെടുത്ത SDPയുടെ അതേ ആളുകൾ, അവരുടെ വിമൻ ഫ്രണ്ട് ഒക്കെ വന്നിരുന്നു. തട്ടവിട്ട ആളുകളല്ലേ ഫ്രാങ്കോ പിതാവിനെതിരെയും ആലഞ്ചേരി പിതാവിനെതിരെയും ആളുകൾ വന്നത്. അപ്പോൾ അവർക്ക് എന്ത് കാര്യം നടത്തില്ല ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൽ. അതേ ആളുകൾ അതേ സ്ഥലത്ത് ഓപ്പണായിട്ട് സഭ നടത്തിയ സമ്മേളനത്തിൽ പോയി പിന്തുണ അറിയിച്ചു, അങ്കമാലിയിലും എറണാകുളത്തും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പലയിടത്തും ബന്ധപ്പെട്ടു. ഈ സ്ഥലങ്ങളിൽ ഇവർ ചെന്നതായിട്ട് അച്ഛന്മാർക്കൊക്കെ അറിയാം. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് അവിടെ പങ്കെടുത്ത ഒരു പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ല. ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്ലീൻ പ്രൂഫാണ്. ഇനി കോൺഗ്രസിൻ്റെ സമരത്തിൽ, ഞാൻ ഇതുവരെ പുറത്ത് പറയാത്തൊരു വിഷയമാണ്, കോൺഗ്രസിൻ്റെ സമരത്തിൽ കോതമംഗലത്ത് നെല്ലിക്കുഴി കോതമംഗലത്ത് നടന്ന സമരത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിന്നും 100ഓളം SDPI പ്രവർത്തകർ ലീഗ് എന്ന വ്യാജേന പങ്കെടുത്തു. അതൊക്കെ എങ്ങനെ കൺഫേം ചെയ്യാൻ? കൺഫേം ആണ്. നമ്മൾ BJPക്ക് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, BJPക്ക് ഒരു സിസ്റ്റം, ആ സിസ്റ്റം മാറ്റി വെച്ചോ. ഇത് ഒഫീഷ്യൽ സിസ്റ്റത്തിൽ ഞാൻ പറയുന്നു. നെല്ലിക്കുഴി പഞ്ചായത്ത് കൃത്യമാണ്. കോതമംഗലത്ത് നടന്ന UDFന്റെ പ്രതിഷേധ പരിപാടിയിൽ 100ഓളം വരുന്ന ആളുകൾ മുസ്ലിം ലീഗ് എന്ന വ്യാജേന നെല്ലിക്കുഴി പഞ്ചായത്തിൽ SDPI പ്രവർത്തകർ പങ്കെടുത്തു. അല്ല, ഈ സഭയുടെ അവിടെ ആ പാടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന 25 പേരുള്ളൂ ആ നാട്ടിൽ. 100 പേര് അവരുടെ പേരിൽ SDPI പങ്കെടുത്തു. ഈ സഭ കോൺഗ്രസിൻ്റെ പോട്ടെ, കോൺഗ്രസ് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെ ഒക്കെ പിന്തുണ സ്വീകരിക്കുന്നവരാണ്. സഭയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ആധികാരികമായിട്ടാണ്? അല്ല, സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വെച്ചാൽ ഇവരതിനെ കൊഴിപ്പിക്കാനുള്ള പരിപാടി നോക്കിയത്, അല്ല സഭയുടെ അറിവുണ്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ, ഞാൻ നിരവധി പിതാക്കന്മാരുമായിട്ട് ഇന്നലെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇവരാരും അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ഈ അറിവുകാരൻ്റെ കൂട്ടിക്കൊണ്ട കുഞ്ഞാടിനെ കിട്ടുന്ന അവസ്ഥയാവും. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ള ക്രൈസ്തവരെയാണ്. അതെ, ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ലോകമെമ്പാട്. കോങ്കോയിൽ കഴിഞ്ഞ ദിവസം 40 പേര് IS ആക്രമണത്തിൽ മരിച്ചത്. ഇവിടെ കോൺഗ്രസിനും CPMനും പ്രിയങ്ക ഗാന്ധിക്കൊന്നും പരാതിയില്ല. അത് ഹമാസും പാലസ്തീനും മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് പരാതിയുണ്ട്, പാലസ്തീനിൽ കൊല്ലപ്പെടുന്നതിന്. അവിടെയും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നത് നമുക്ക് പരാതിയുണ്ട്. പക്ഷേ ഈ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും CPMകാരനും പാലസ്തീനിൽ മാത്രമേ കണ്ണു തുറക്കുള്ളൂ. കോങ്കോയിൽ ആർക്കും പ്രതിഷേധമില്ല. ഈ ഛത്തീസ്ഗഡ് വിഷയം നടക്കുന്ന ദിവസമാണ് കോങ്കോയിൽ ഇത് സംഭവിച്ചത്. ഇതേ ഛത്തീസ്ഗഡിൽ 2021 2 വൈദികരും 3 പാസ്റ്റർമാരും 11 മാസം ജയിലിൽ കിടന്നപ്പോഴും കോൺഗ്രസിന് കുഴപ്പമില്ല എന്ന്. ഇതേ ഛത്തീസ്ഗഡിൽ ഇതേ നിയമപ്രകാരം സെയിം FIR-ആയിട്ട് 5 വൈദികർ 3 പാസ്റ്റർമാരും കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അപ്പോഴും കോൺഗ്രസ് പ്രതിഷേധമില്ല. അപ്പോൾ ഇവര് ഭരണം ലഭിക്കാൻ വേണ്ടി കേരള സംസ്ഥാനത്തെ ഇവർക്ക് തൂക്കി വിൽക്കുകയാണ്. ഈ രാജ്യവിരുദ്ധ വർഗീയ സംഘടനകൾക്ക് ഇവിടെ നിഷ്പക്ഷരായിട്ട, അല്ലെങ്കിൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന, രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളെയും കൂടെ അടപ്പിക്കുന്ന സ്ഥിതിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കാരണം മുസ്ലിമിന് മുഴുവൻ മാൻഡേറ്റ് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്താൽ പിന്നെ അവർക്ക് പോലും വോയിസില്ല, പിന്നെ അതിനനുസരിച്ചേ പറ്റുള്ളൂ. ഈ സഭയുടെ പരിപാടിയിൽ SDPക്കാരുണ്ടെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തിയോ? ഞാൻ ഇന്നലെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരത് അന്വേഷിക്കുമായിരിക്കും. സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമല്ലോ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ, എന്തുകൊണ്ട് സംഭവിച്ചു. മാത്രമല്ല ഈ 1-2 ദിവസം കൊണ്ട് AI ജനറേറ്റഡ് വീഡിയോസ്, AI ജനറേറ്റഡ് ഫോട്ടോസ്, ഇതൊക്കെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ കൊണ്ട് വന്നതൊന്നും അതിൻ്റെ ഭാഷയൊക്കെ ഞാൻ പലതും പരിശോധിച്ചു. അതൊന്നും ക്രൈസ്തവ ഭാഷയല്ല. മനസ്സിലായില്ലേ? ഈ വിഷയത്തെ വേറെ തലത്തിലേക്ക് മാറ്റി ഇവിടെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ക്രൈസ്തവർക്കിടയിൽ വിള്ളലുണ്ടാക്കുക, UDFനെ അധികാരത്തിലെത്തിക്കുക, ഇതിനുവേണ്ടി കൊട്ടേഷൻ എടുത്തിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെ SDP, ഇതെല്ലാം ഒന്നാണല്ലോ. ഇതൊക്കെ പലതായിട്ട് നിൽക്കുന്നതല്ലേ. ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒറ്റ കെട്ടിൽപ്പെടുത്താവുന്ന സാധനമാണല്ലോ ഇതെല്ലാം. മനസ്സിലായി. അല്ല, അപ്പം ഈ ക്രൈസ്തവ BJPയുടെ ഐക്യത്തെ ബാധിച്ചിട്ടില്ലെന്നാണോ കരുതുന്നത്? ഒരിക്കലും മതി. ഇത് ഈ വിഷയത്തെ, ഇത് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള വലിയൊരു അവസരമാക്കിക്കൊണ്ട് ഞങ്ങൾ കാണുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് വിശദീകരിക്കാനുള്ള അവസരം. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ ഇപ്പോൾ നടന്നിട്ടുള്ള
ഇപ്പോൾ ഇതിനകത്തുള്ള SDP-യുടെ ഇൻവോൾവ്മെൻ്റ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് അവിടെ സ്വീകരിച്ച നിലപാടുകൾ ഉൾപ്പെടെ സത്യം പറഞ്ഞാൽ ഞാൻ പറയാറില്ല, ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത്, എങ്ങനെയെങ്കിലും ആ പാവ അമ്മമാർ 10 ദിവസമെങ്കിൽ 10 ദിവസം കൂടെ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴുകണ്ട കണ്ണുകളുമായി ആ തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ വന്ന കഴുകന്മാരാണ് ഇവന്മാർ, കോൺഗ്രസ്സുകാർ CPM അവിടെ വന്നു. ഇവരുടെ ലക്ഷ്യം അത് മാത്രമല്ല. അവിടെ ചെന്നതിൽ അനൂപിനും ഷോൺ ജോർജിനും ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും എങ്ങനെയും ഈ കന്യാസ്ത്രീമാർക്ക് 10 ദിവസം കൂടെ ജയിലിൽ കിടന്നാൽ അത്രയും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്ന് കരുതിയ കഴുകന്മാരായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അസ്വസ്ഥതയും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇവന്മാരുടെ ലക്ഷ്യമായിരുന്നു ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞൊക്കെ മുഖത്ത് കാണിച്ച ചിരി പോലും അഭിനയമായിരുന്നു. മനസ്സിലായോ? അവർക്കിത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇത് വീണ്ടും വീണ്ടും വിഷയമാക്കി BJPക്കെതിരെ രാഷ്ട്രീയം ആയുധമാക്കാൻ ആ പാവം കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചവന്മാരെ വരും. എന്തൊക്കെ കാണിച്ചവിടെ? അപ്പം നിങ്ങളിപ്പോഴും പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ വിഷയം BJP ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മുനമ്പടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ബന്ധത്തെ ബാധിച്ചിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസത്തിലാണ്. ഞാൻ പറയട്ടെ, ആ മുനമ്പത്തിനെതിരെ ഇപ്പോഴും ആ മുനമ്പത്തിന് പരിഹാരം എന്താ ഉണ്ടാകത്തെ? ആ റൂൾസ് ഫ്രെയിം ചെയ്ത് വരാനുള്ളത് സ്വാഭാവികമായിട്ട് ആ കോടതിയിലെ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആ കോടതി കേസ് കൊടുത്താറേ ഇവന്മാരല്ലേ ഈ മുസ്ലിം കോൺഗ്രസും അല്ലേ അവിടെ കേസ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ക്രൈസ്തവ സ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതൊക്കെ കേരളം ചർച്ച ചെയ്യും ഈ ദിവസങ്ങളിൽ. ഓരോ ക്രൈസ്തവനും ചർച്ച ചെയ്യും, ഓരോ മതേതര വിശ്വാസിയും കേരളത്തിൽ ചർച്ച ചെയ്യും. എന്താണ് CPM, എന്താണ് കോൺഗ്രസ്, ഇവരുടെ നിലപാടെന്താണ്, ഇവരുടെ രാഷ്ട്രീയ നിലപാടെന്താണ്, ഇവരുടെ മതേതരത്വം എന്താണ്. ഇവിടെ ഒരൊറ്റ മതേതര പാർട്ടി ഉള്ളത് BJP ആണ്. നല്ല അവസ്ഥ തന്നെയാണ്. അല്ല, ഇവിടെ ഒരു ഒറ്റ മതേതര പാർട്ടിയേ ഉള്ളൂ. ഞങ്ങളുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുന്ന വിഷയങ്ങൾ എടുത്ത് നോക്ക്. ഞാനൊരു കാര്യം, ഈ 11 വർഷമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ദുഷ്ടൻ, നരേന്ദ്രമോദി എന്ന കിരാതൻ, ഇവിടെ ഏത് മുസ്ലിമാണ് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് ഒരു മുസ്ലിം വർഗീയ ലഹള ഉണ്ടായിട്ട്? എവിടെയാണ് സംഘടിതമായി എവിടെയെങ്കിലുമൊക്കെ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സംഘടിതമായി ഇവർക്ക് നേരെ ഏതെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ലോക രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് മുസ്ലിം സമുദായം ജീവിക്കുന്ന, ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കി, മുസ്ലിം രാഷ്ട്രം ഈ IS ഭരിക്കുന്ന അല്ലെങ്കിൽ ശരീഅത്ത് നിയമം അനുസരിച്ച് ഭരണം നടത്തുന്ന രാജ്യങ്ങളൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ലോക രാജ്യങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾ സമാധാനപരമായി ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. ഒരു സംശയം വേണ്ട. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ പോലെ അവളുടെ അവസ്ഥയാവും ഇവിടെ. കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഹിന്ദു വോട്ടുകളിൽ നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നവരുണ്ട്. ഓരോ വോട്ടും ഹിന്ദു വോട്ട് BJPക്ക് നഷ്ടപ്പെട്ടില്ല. ഹിന്ദു വോട്ടെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതര വിശ്വാസികളുടെ വോട്ടാണത്. അതിൽ ഒരു വിള്ളലും BJPക്ക് ഉണ്ടാവില്ല. വലിയ മുന്നേറ്റം ഉണ്ടാകും BJP. ഈ വിഷയത്തെ ഞങ്ങൾ അവസരമാക്കി എടുക്കുകയാണ്. നിങ്ങൾ SDPIക്കെതിരെയുള്ള പോരാട്ടം തുടരും? SDPക്കല്ല, ഒരു പാർട്ടി എന്നുള്ളതല്ല, രാജ്യവിരുദ്ധ വർഗീയ ശക്തികൾ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഏതറ്റം വരെ, അത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കാത്തവരായ ഒരു സംഘടനകളുമായി ഒരു കോംപ്രമൈസിനും നമ്മൾ ഉണ്ടാവില്ല. താങ്ക് യു.